അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അതിൽ നമുക്ക് ഒരു ഫോക്കസ് ഏരിയ ആസ്പദമാക്കി നമുക്ക് ഒരു വീഡിയോയും കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചത് മോണോകോട്ട് റൂട്ട്, ഡൈക്കോട്ട് റൂട്ടാണ്. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിനി ഡൈക്കോട്ട് സ്റ്റെമ്മ്, മോണോകോട്ട് സ്റ്റെമ്മ്, അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ അനാട്ടമിയിലേക്ക് നോക്കാം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർക്കുക. അപ്പോൾ ഡൈക്കോട്ട് സ്റ്റെമ്മ്, മോണോകോട്ട് സ്റ്റെമ്മ് നമ്മളിത് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ. ഇപ്പോൾ ഡൈക്കോട്ട് സ്റ്റെം എന്ന് പറയുമ്പോൾ നമുക്ക് സെൻഡല്ല, കൊടങ്കലിൻ്റെ സ്റ്റെം എടുക്കുക. സ്റ്റെം എന്ന് പറയുമ്പോൾ ഇൻ്റർനോഡൽ റീജിയൻ. നമ്മളൊരു ബ്ലേഡ് വെച്ച് ഇങ്ങനെ കുറുകെ, അതാണ് ട്രാൻസ്വേഴ്സ് സെക്ഷൻ അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ എടുക്കുന്നു. എന്നിട്ട് അതിനെ നമ്മൾ ആ സെക്ഷനെ ഏകദേശം റൗണ്ടായിട്ട് കാണുന്ന ആ സെക്ഷനെ നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ഇൻറ്റേർണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ അനാട്ടമിക്കൽ സ്ട്രക്ചർ കാണാൻ കഴിയും. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓർക്കുക, ഡൈക്കോട്ട് സ്റ്റെം. ഇനി അതിന് കമ്പാരിസനായിട്ട് നമ്മൾ പഠിക്കുന്നത് മോണോകോട്ട് സ്റ്റെമ്മാണ്. മോണോകോട്ട് സ്റ്റെമ്മിന് നമുക്ക് ഉപയോഗിക്കേണ്ടത്, ഓർക്കുക, അത് ഗ്രാസ് സ്റ്റെമ്മാണ്. ഗ്രാസ് സ്റ്റെം അല്ലെങ്കിൽ മുള, ബാമ്പു, മുളയുടെ സ്റ്റെമ്മ് നമുക്ക് അതിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ രണ്ടിൻ്റെയും നമ്മൾ ട്രാൻസ്ഫർ സെക്ഷൻ എടുത്ത് അതിനെ കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പം ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് ഡൈക്കോട്ട് സ്റ്റെം ആൻഡ് മോണോകോട്ട് സ്റ്റെം ഓർക്കുക. ഡൈക്കോട്ട് സ്റ്റെമ്മ്, അതേപോലെ മോണോകോട്ട് സ്റ്റെം. അപ്പോൾ ടി എസ് എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്രൗണ്ട് പ്ലാൻ നോക്കാം. ഇതാണ് ഗ്രൗണ്ട് പ്ലാൻ. ഡൈക്കോട്ട് സ്റ്റെം, ഇത് മോണോകോട്ട് സ്റ്റെം. ഗ്രൗണ്ട് പ്ലാൻ. ഗ്രൗണ്ട് പ്ലാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഡിഫറൻസ് കാണാൻ കഴിയും. ഏറ്റവും പുറമേയുള്ള റീജിയൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതാണ് ഏറ്റവും പുറമേയുള്ളത്. ആ പുറമേയുള്ള റീജിയനെ വിളിക്കുന്ന പേരാണ് എപ്പിഡെർമിസ്. നമ്മൾ നേരത്തെയും പറഞ്ഞത് തന്നെയാണ്. ഏറ്റവും പുറമേയുള്ളത് എപ്പിഡെർമിസാണ്, ഓർക്കുക. അപ്പോൾ ഇത് ഏറ്റവും പുറമേയുള്ളതാണ്, അതിനെ വിളിക്കുന്ന പേരാണ് എപ്പിഡെർമിസ്. അപ്പോൾ എപ്പിഡെർമസ് ടിഷ്യൂ സിസ്റ്റമൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് ഔട്ടർ പ്രൊട്ടക്റ്റീവ് ലെയറാണ്, ഓർമ്മ കാണും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ടിലും ക്യൂട്ടിക്കിളും സ്റ്റൊമാറ്റയും ഉണ്ടാകും. സ്റ്റൊമാറ്റ കുറവായിരിക്കും. സാധാരണ സ്റ്റൊമാറ്റ കൂടുതൽ കാണുന്ന ലീഫിൻ്റെ എപ്പിഡെർമിസിലാണ്. സ്റ്റെമ്മിൻ്റെ എപ്പിഡെർമിസിൽ യങ് സ്റ്റെമ്മിലാണെങ്കിൽ എ ഫ്യൂ സ്റ്റൊമാറ്റ കാണപ്പെടാം. അപ്പം ഇതിൻ്റെ ഔട്ടർ സർഫസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യൂട്ടിക്കിൾ, ഓർക്കുക. ഇത് ഗ്രൗണ്ട് പ്ലാൻ ആണ്. ഇത് എ പാർട്ട് എൻലാർജ്ഡ് ആണ്. എ പാർട്ട് അല്ലെങ്കിൽ എ പോർഷൻ എൻലാർജ്ഡ് ആണ്. എൻലാർജ്ഡ് വ്യൂ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് ഡൈക്കോട്ട് സ്റ്റെം, ഓർക്കണം. ഇത് മോണോകോട്ട് സ്റ്റെം. അപ്പോൾ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ, മോണോകോട്ട് സ്റ്റെമ്മിൽ നമ്മളിപ്പോൾ പറഞ്ഞു ഏറ്റവും പുറമേയുള്ളത് ആ സിംഗിൾ പ്രൊട്ടക്റ്റീവ് ലെയറിനെ വിളിക്കുന്ന പേരാണ് എപ്പിഡെർമിസ്. ഇനി ഇവ നമ്മളുടെ വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കാം. ഈ എപ്പിഡെർമിസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എപ്പിഡെർമൽ ഔട്ട്ഗ്രോത്ത്. ഇതാണ് ട്രിക്കോം അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ എപ്പിഡെർമൽ ഹെയർ ആണ്. ഇതിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? ട്രിക്കോം. എന്നാൽ ഇവിടെ മോണോകോട്ട് സ്റ്റെമ്മിൽ ട്രിക്കോം ആബ്സെൻ്റ് ആണ്. അപ്പോൾ രണ്ടിലും ക്യൂട്ടിക്കിളുണ്ട്. ഇവിടെയും ക്യൂട്ടിക്കിളുണ്ട്. ഇത് ക്യൂട്ടിക്കിളാണ്, അതേപോലെ ഇതും ക്യൂട്ടിക്കിളാണ്. പിന്നെ യങ് സ്റ്റെമ്മിൽ സ്റ്റൊമാറ്റ കാണും. അപ്പം എപ്പിഡെർമിസിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഓർക്കണം, ഡൈക്കോട്ട് സ്റ്റെമ്മിൽ എപ്പിഡെർമിസിലുള്ള വ്യത്യാസം, ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ട്രിക്കോംസ് പ്രസൻ്റ് ആണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ ട്രിക്കോംസ് ആബ്സെൻ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഒന്നാമത്തെ ഭാഗം പറഞ്ഞു എപ്പിഡെർമിസ്. ഇനി രണ്ടാമത്തെ ഭാഗം, ശരിക്കും രണ്ടാമത്തെ ഭാഗത്തെ നമ്മൾ ഗ്രൗണ്ട് ടിഷ്യൂ എന്നാണ് വിളിക്കേണ്ടത്, ഓർക്കുക. അപ്പോൾ രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പിഡെർമിസിനുള്ളിലുള്ള ടിഷ്യൂ ആണ്. എപ്പിഡെർമിസിനുള്ളിലുള്ള ടിഷ്യൂവിനെ വിളിക്കുന്ന പേര് ഗ്രൗണ്ട് ടിഷ്യൂ എന്നാണ്. GROUND, ഗ്രൗണ്ട് ടിഷ്യൂ. നമ്മൾ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ടിഷ്യൂ സിസ്റ്റം നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ പഠിക്കേണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഉള്ളൂ. എപ്പിഡെർമിസിന് ഉള്ളിലായി കാണപ്പെടുന്ന ഫണ്ടമെൻ്റൽ, അടിസ്ഥാനമായ കലയാണ്. ഇതാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. അപ്പോൾ ഈ ഗ്രൗണ്ട് ടിഷ്യൂവിൽ നമുക്കറിയാം ഡൈക്കോട്ട് സ്റ്റെമ്മിൽ, മോണോകോട്ട് സ്റ്റെം അല്ല, ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ഗ്രൗണ്ട് ടിഷ്യൂ രണ്ടായി തരംതിരിക്കും. അതാണ് കോർട്ടെക്സ് ആൻഡ് സ്റ്റീല്, ഓർക്കുക. അപ്പോൾ ഇന്ന് ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ഈ ഗ്രൗണ്ട് ടിഷ്യൂവിന് രണ്ട് ഭാഗങ്ങളുണ്ട്, ഓർക്കുക.
കണ്ട ഇതാണ് ഒന്ന് കോർട്ടെക്സ്, നമ്മൾ റൂട്ടിൽ പഠിച്ചതാണ്. ഇനി അടുത്ത ഭാഗം ഏതാണ്? ഇതാണ് സ്റ്റീല. എന്നാൽ മോണോകോഡ് സ്റ്റെമ്മിൽ ആ ഡിഫറൻസിയേഷൻ ഇല്ല. അപ്പോൾ ഓർക്കണം, രണ്ടാമത്തെ പോയിന്റ് ഗ്രൗണ്ട് ടിഷ്യൂ ആണ്. ആ ഗ്രൗണ്ട് ടിഷ്യൂ ഡൈക്കോഡ് സ്റ്റെമ്മിൽ ഗ്രൗണ്ട് ടിഷ്യൂ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 പാർട്ടാണ്. അതാണ് കോർട്ടെക്സ് ആൻഡ് സ്റ്റീല. എന്നാൽ മോണോകോഡ് സ്റ്റെമ്മിലാണെങ്കിൽ ഓർക്കുക, ഗ്രൗണ്ട് ടിഷ്യൂ ആയിട്ട് തന്നെയാണ്. ഗ്രൗണ്ട് ടിഷ്യൂ നോട്ട് ഡിവൈഡഡ് ഇൻറ്റു കോർട്ടെക്സ് ആൻഡ് സ്റ്റീല. അപ്പോൾ ഇവിടെ ഗ്രൗണ്ട് ടിഷ്യൂ ആയിട്ട് തന്നെ കാണുന്നു, എന്നാൽ ഇവിടെ ഗ്രൗണ്ട് ടിഷ്യൂ 2 ഭാഗങ്ങളായി കാണുന്നു. നമുക്കിനി നോക്കാം ഈ ഗ്രൗണ്ട് ടിഷ്യൂവിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഓർക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഡൈക്കോഡ് സ്റ്റെമ്മിൽ കോർട്ടെക്സും സ്റ്റീലും നോക്കാം, അല്ലെങ്കിൽ ഗ്രൗണ്ട് ടിഷ്യൂ. ഇനി അതേപോലെ ഇവിടെ ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡിവിഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ആ ഗ്രൗണ്ട് ടിഷ്യൂവിലെ ആദ്യത്തെ ഭാഗം ഏതാ നമ്മൾ പറഞ്ഞ കോർട്ടെക്സ് ആണ്. ശരിക്കും കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൂട്ടിൽ കണ്ടു കഴിഞ്ഞു. എപ്പിഡെർമിസിനും അതേപോലെ സ്റ്റീലിനും ഇടയ്ക്കുള്ള ഭാഗമാണ് കോർട്ടെക്സ്. എപ്പിഡെർമിസിനും ഓർക്കണം, എപ്പിഡെർമിസിനും സ്റ്റീലിനും ഇടയ്ക്കുള്ള ഭാഗമാണ് കോർട്ടെക്സ്. ഇനി ഡൈക്കോഡ് സ്റ്റെമ്മിൽ കോർട്ടെക്സിനെ നമുക്ക് 3 ഭാഗമായി തരംതിരിക്കാം. ഓർക്കുക, ഇത് ഔട്ടർ കോർട്ടെക്സ് ആണ്. ഔട്ടർ കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ കോളൻ കൈമയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് ഓർക്കുക, ഔട്ടർ കോർട്ടെക്സ് തന്നെ 3 ഭാഗങ്ങൾ. അതിൽ ഔട്ടർ കോർട്ടെക്സ്. ഔട്ടർ കോർട്ടെക്സ് എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെടുക? കോളൻ കൈമ കൊണ്ടാണ്. അപ്പോൾ ഔട്ടർ കോർട്ടെക്സ് കോളൻ കൈമാറ്റസ് ആണ്. ഇനി ഔട്ടർ കോർട്ടെക്സിനെ നമുക്ക് മറ്റൊരു പേരൂടെ വിളിക്കാം, ഹൈപ്പോഡെർമിസ്. വൈ ഇറ്റ് ഈസ് കാൾഡ് ഹൈപ്പോഡെർമിസ്? ബിക്കോസ് ഇറ്റ് ഈസ് സീൻ ബിലോ ദ എപ്പിഡെർമിസ്. ഇത് എപ്പിഡെർമിസ് ആണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഈ ഭാഗത്തെ നമുക്ക് ഹൈപ്പോഡെർമിസ് എന്ന് വിളിക്കാം. അപ്പം ഇവിടെ ഉണ്ടത് മോണോകോഡ് സ്റ്റെമ്മിലും ഹൈപ്പോഡെർമിസ് ഉണ്ട്. ഇപ്പോൾ എപ്പിഡെർമിസിന് തൊട്ട് താഴെ ആയതുകൊണ്ടാണ് നമ്മളതിനെ ഹൈപ്പോഡെർമിസ് എന്ന് പറയുക. അപ്പോൾ ഇത് ഇവിടുത്തെ പക്ഷേ ഇത് ഗ്രൗണ്ട് ടിഷ്യൂ ആണ്. അപ്പോൾ ഇവിടെ കോർട്ടെക്സിൽ ഒന്നാമത്തെ ഭാഗം ഔട്ടർ കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഇത് ഒന്നാമത്തേതാണ്. ഔട്ടർ കോർട്ടെക്സ് ഹൈപ്പോഡെർമിസ് ആണ്. അത് നിർമ്മിച്ചിരിക്കുന്നത് കോളൻ കൈമ എന്ന ടിഷ്യൂ കൊണ്ടാണ്. അതുകൊണ്ട് അതിനെ കോളൻ കൈമാറ്റസ് എന്ന് പറയും. ഇതാണ് കോളൻ കൈമ. ഓർക്കുക, കോളൻ കൈമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെല്ലുകൾക്കിടയിലാണ്. കോളൻ കൈമ നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓർക്കുക, ഇത് കോളൻ കൈമ സെല്ലുകളാണെങ്കിൽ ഓർക്കണം, അതിൻ്റെ ഇടയ്ക്ക് സ്പേസുകൾ ഉണ്ടോ, ഇത് അൺഈവൻലി തിക്കൻഡാണ്. ഈ സ്പേസുകൾ നമ്മൾ ഇങ്ങനെ കനം കൊടുക്കുകയാണെങ്കിൽ ഇത് കോളൻ കൈമയായി മാറും. അപ്പോൾ ഇതാണ് ഹൈപ്പോഡെർമിസ്, കോളൻ കൈമ അല്ലെങ്കിൽ ഔട്ടർ കോർട്ടെക്സ്. ഇനി ഓക്കെ, ഇത് മിഡിൽ കോർട്ടെക്സ് ആണ്. മിഡിൽ കോർട്ടെക്സ് പാരൻ കൈമയാണ്. ഓർക്കുക, ഈ പാരൻ കൈമയിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാകാം. പാരൻ കൈമയിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടായാൽ നമുക്കതിനെ ക്ലോറൻ കൈമ, അതാണ് പച്ച നിറമായി കാണപ്പെടുക. അതുകൊണ്ട് ഇതിനെ നമുക്ക് ക്ലോറൻ കൈമ എന്നും വിളിക്കാം. അപ്പോൾ പാരൻ കൈമ സെല്ല് അതിനിടയ്ക്ക് ഇൻ്റർസെല്ലുലാർ സ്പേസസും ഉണ്ട്. അപ്പോൾ ഔട്ടർ കോർട്ടെക്സ് കോളൻ കൈമ, കോളനാണ് ഹൈപ്പോഡെർമിസ്. മിഡിൽ കോർട്ടെക്സ് പാരൻ കൈമ വിത്ത് ഇൻ്റർസെല്ലുലാർ സ്പേസസ് ആൻഡ് ആൾസോ ക്ലോറോപ്ലാസ്റ്റ്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയാം. ക്ലോറോപ്ലാസ്റ്റ്. ഇനി ഓക്കെ, ഇന്നർ കോർട്ടെക്സ് ഓർക്കണം, ഇന്നർ കോർട്ടെക്സ് ആണ്. അത് സിംഗിൾ ലെയർ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. റൂട്ടിൽ അതിനെയാണ് വിളിക്കുന്നത് എൻഡോഡെർമിസ്. ഓർക്കുക, അപ്പോൾ ഇന്നർ കോർട്ടെക്സിനെ വിളിക്കുന്ന പേരാണ് എൻഡോഡെർമിസ്. എൻഡോഡെർമിസിനൊരു പ്രത്യേകതയുണ്ട്. ഈ എൻഡോഡെർമിസിൽ സ്റ്റാർച്ച് ഗ്രെയിൻസ്, അന്നജകണങ്ങളുണ്ട്. അന്നജകണങ്ങൾ, സ്റ്റാർച്ച് ഗ്രെയിൻസ്. അതുകൊണ്ട് എൻഡോഡെർമിസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്റ്റാർച്ച് ഷീത്ത്. നമ്മൾ റൂട്ടിൽ പഠിച്ചായിരുന്നല്ലോ കാസ്പേരിയൻ തിക്കണിങ്. റൂട്ടിൽ ഒരു സ്പെഷ്യൽ തിക്കണിങ് ഉണ്ടെന്ന് പഠിക്കുകയുണ്ടായി. അതിനെയാണ് നമ്മൾ പറഞ്ഞത് കാസ്പേരിയൻ തിക്കണിങ്. എന്നാൽ ഇവിടെ നോക്കുക, ഇവിടുത്തെ പ്രത്യേകത അല്ലെങ്കിൽ ഡൈക്കോഡ് സ്റ്റെമ്മിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് സ്റ്റാർച്ച് ഗ്രെയിൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിനെ സ്റ്റാർച്ച് എന്ന് വെച്ചാൽ അന്നജം, അതുകൊണ്ട് ഇതിനെ സ്റ്റാർച്ച് ഷീത്ത് എന്ന് വിളിക്കുന്നുണ്ട്. ഓർക്കുക, അപ്പോൾ നമ്മൾ കോർട്ടെക്സ് പറഞ്ഞു കഴിഞ്ഞു.
അപ്പം ഡൈക്കോഡ് സ്റ്റെമ്മിലെ കോർട്ടെക്സ്, ഔട്ടർ കോർട്ടെക്സ്, കോളൻകൈമ. ഇനി അടുത്തത് മിഡിൽ കോർട്ടെക്സ്. ഓർക്കണം, പാരൻകൈമ വിത്ത് ഇന്റർസെല്ലുലാർ സ്പേസസ്. ഓക്കെ, ഇന്നർ കോർട്ടെക്സ് അല്ല, മിഡിൽ കോർട്ടെക്സ് പറഞ്ഞു. ഇനി അടുത്തത് ഇന്നർ കോർട്ടെക്സ്. ഇത് രണ്ടും മൾട്ടി ലെയേർഡ് ആണ്, ഒന്നിലധികം പാളികളുണ്ട്. എന്നാൽ ഇന്നർ കോർട്ടെക്സ് സിംഗിൾ ലെയേർഡ് ആണ്. ആ ഇന്നർ കോർട്ടെക്സിനെ വിളിക്കുന്ന പേരാണ് എൻഡോഡെർമിസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എൻഡോഡെർമിസ് സിംഗിൾ ലെയർ ആണ്. എൻഡോഡെർമിസിന് സ്റ്റാർച്ച് ഗ്രെയിൻസ് ഉള്ളത് കൊണ്ട് ഓർക്കുക, അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാർച്ച് ഷീത്ത്. അപ്പോൾ നമ്മൾ കോർട്ടെക്സ് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗം ഓർക്കുക, കോർട്ടെക്സ് കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗം ഏതാണ്? സ്റ്റീൽ. അപ്പം ഗ്രൗണ്ട് ടിഷ്യൂ 1 കോർട്ടെക്സ്, 2 സ്റ്റീൽ. ഓർക്കണം, സ്റ്റീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡൈക്കോട്ട് റൂട്ടിലും അല്ലെങ്കിൽ മോണോക്കോട്ട് റൂട്ടിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റീൽ എന്ന് പറയുമ്പോൾ സെൻട്രൽ പാർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് സെൻട്രൽ, ഇവിടെ സ്റ്റീൽ എന്നുള്ള ഭാഗമില്ല, ഇതിപ്പോൾ സെൻട്രൽ പാർട്ടാണ്. ഇനി ഈ സ്റ്റീൽ എന്ന ഭാഗത്ത്, ഡൈക്കോട്ട് സ്റ്റെമ്മിൽ സ്റ്റീൽ എന്ന ഭാഗത്തിനെ വീണ്ടും നമ്മൾ 4ആയി തരംതിരിക്കുന്നുണ്ട്. ഓർക്കുക, അപ്പോൾ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് പറയാം സെൻട്രൽ പാർട്ട് ഓഫ് ദ സ്റ്റെം. ഇപ്പോൾ സെൻട്രൽ പാർട്ട് ഓഫ് ദ ഡൈക്കോഡ് സ്റ്റെമ്മിനെയാണ് നമ്മൾ സ്റ്റീൽ എന്ന് പറയുക. അപ്പോൾ ആ സ്റ്റീലിന് എന്തെല്ലാം ഭാഗങ്ങളുണ്ടെന്ന് നോക്കാം. ഓർക്കുക, ഒന്നാമത്തെ ഭാഗം നമ്മൾ അവിടെയും പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. സ്റ്റീലിൻ്റെ ഒന്നാമത്തെ ഭാഗത്തെ വിളിക്കുന്ന പേര് പെരിസൈക്കിൾ എന്നാണ്. പെരിസൈക്കിൾ, അത് റൂട്ടിൽ നമ്മൾ കണ്ടതുമാണ്. ഓർക്കണം. അപ്പോൾ ഇവിടെ പെരിസൈക്കിൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ശ്രദ്ധിക്കുക. വേണ്ട, ഇവിടുത്തെ പെരിസൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് സ്ക്ലീറൻ കൈമാറ്റസ് പാച്ച് എന്നാണ് പറയുക. നമ്മൾ ഗ്രൗണ്ട് പ്ലാൻ എടുത്താൽ കാണാൻ പറ്റും. ഈ ഓരോ വാസ്കുലാർ ബണ്ടിലിനും മുകളിലായിട്ട്, ഇതാണ്ട് ഈ ഭാഗം ഇവിടെ വരും. ഓരോ വാസ്കുലാർ ബണ്ടിലിനും മുകളിലായിട്ട്, ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടില്ല, ഇത് വാസ്കുലാർ ബണ്ടിലാണ്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇത് നമ്മൾ എപ്പിഡെർമിസ് പറഞ്ഞു, ഇത് കോർട്ടെക്സിൽ ഇത് കോളൻ കൈമ അല്ലെങ്കിൽ ഔട്ടർ കോർട്ടെക്സ്, ഇത് മിഡിൽ കോർട്ടെക്സ്, ഇത് ഇന്നർ കോർട്ടെക്സ്. മിഡിൽ കോർട്ടെക്സ് പാരൻകൈമ, ഇന്നർ കോർട്ടെക്സ് എൻഡോഡെർമിസ്. ഇത് വാസ്കുലാർ ബണ്ടിൽസ് ആണ്. ഈ വാസ്കുലാർ ബണ്ടിലിൻ്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ തലഭാഗത്തായിട്ട് ഓൺ ദ ടോപ്പ് ഓഫ് ഈച്ച് വാസ്കുലാർ ബണ്ടിൽ എന്നാണ് നമ്മൾ പറയുക. അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു പാച്ച് എന്ന് വെച്ചാൽ സെപ്പറേറ്റഡ് പോർഷൻ എന്നാണ്. ഇങ്ങനെ ഓരോ പാച്ചസ് ആയിട്ട് സ്ക്ലീറൻ കൈമ കാണും. അപ്പോൾ നമ്മൾ ഇതിന് സ്ക്ലീറൻ കൈമാറ്റസ് പാച്ച് എന്നാണ് പറയുക. അത് നമ്മൾ എൻലാർജ്ഡ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഇത് വാസ്കുലാർ ബണ്ടിലാണ്, അതിൻ്റെ ഇതാണ് സ്ക്ലീറൻ കൈമാറ്റസ് പാച്ച്. ഈ സ്ക്ലീറൻ കൈമാറ്റസ് പാച്ചിനെ വിളിക്കുന്ന പേരാണ് പെരിസൈക്കിൾ. ഇത് സ്ക്ലീറൻ കൈമയാണ്. ഇങ്ങനെയാണ് നമ്മൾ സ്ക്ലീറൻ കൈമ വരയ്ക്കുന്നത്. സ്ക്ലീറൻ കൈമ കൊണ്ട് നിർമ്മിതമായ, അപ്പോൾ ഇത് ഒരു വാസ്കുലാർ ബണ്ടിൻ്റെ തലഭാഗത്തായതുകൊണ്ട് നമുക്കതിനെ ബണ്ടിൽ ക്യാപ്പ് എന്നും വേണേൽ വിളിക്കാം, കാരണം ബണ്ടിൻ്റെ തലയാണ്. അല്ലെങ്കിൽ നോക്കാം, ഇവിടെ വാസ്കുലാർ ബണ്ടിൽ, ഇവിടെ ഇത് ഫ്ലോയമാണ്, നമ്മളിനി പഠിക്കും. ഇത് ഫ്ലോയം, ഓർക്കുക, ഇത് ഫ്ലോയമാണ്. ഇത് സൈലം. ഞാൻ എൻ്റെ ഇടയ്ക്കാണ് കാമ്പ്യം വരിക, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോ കാണുകയുണ്ടായി. ഫ്ലോയവും കാമ്പ്യം സൈലം ഉണ്ട്. ഇത് കൺജോയിൻ്റ് ഓപ്പൺ വാസ്കുലർ ബണ്ടിലാണ്. അപ്പോൾ ഈ ഫ്ലോയത്തിന് കാണാൻ കഴിയും, ഈ ഫ്ലോയത്തിന് മുകളിലായി കാണപ്പെടുന്ന ഈ സ്ക്ലീറൻ കൈമാറ്റസ് അല്ലെങ്കിൽ സെമി ലൂണാർ അർദ്ധചന്ദ്രാകാര ആകൃതി, അർദ്ധചന്ദ്രൻ്റെ ആകൃതിയോട് കൂടി എന്നാണ് പറയുക. സെമി ലൂണാർ പാച്ചസ് ഓഫ് സ്ക്ലീറൻ കൈമ, അതിനെ വിളിക്കുന്ന പേരാണ് പെരിസൈക്കിൾ. ഓർക്കുക, അപ്പോൾ പെരിസൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എബവ് ഫ്ലോയം, ഫ്ലോയത്തിന് മുകളിലായിട്ട്, എബവ് ഫ്ലോയം ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫ്ലോയം. ഇതെങ്ങനെയാണ് കാണപ്പെടുക? ഇൻ ദ ഫോം ഓഫ് സെമി ലൂണാർ പാച്ചസ്. പാച്ച് എന്ന് വെച്ചാൽ സെപ്പറേറ്റഡ് പോർഷൻ എന്നാണ്, ഓരോരോ ഭാഗമായിട്ട്. പാച്ചസ് ഓഫ് സ്ക്ലീറൻ കൈമ, ഓർക്കുക. അപ്പോൾ ഓരോ ഫ്ലോയം ഗ്രൂപ്പിനും മുകളിലായി കാണപ്പെടുന്ന അർദ്ധചന്ദ്രൻ്റെ ആകൃതിയോട് കൂടിയ ഓരോ സെപ്പറേറ്റഡ് പോർഷനാണ് അത് സ്ക്ലീറൻ കൈമാറ്റസ് ആണ്. അതിനെയാണ് പെരിസൈക്കിൾ എന്ന് വിളിക്കുക. അപ്പോൾ സ്റ്റീലിൻ്റെ ഒന്നാമത്തെ ഭാഗം പെരിസൈക്കിളാണ്. ഇനി രണ്ടാമത്തെ ഭാഗമാണ് വാസ്കുലാർ ബണ്ടിൽസ്.
ഓർക്കണം. വാസ്കുലാർ ബണ്ടിൽസ് എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയും. ഡൈക്കോഡ് സ്റ്റെമ്മിലെ വാസ്കുലാർ ബണ്ടിൽസ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. 1, 2, 3, 4 താണ്ട ഇതെല്ലാം വാസ്കുലാർ ബണ്ടിൽസ് ആണ്. അപ്പോൾ വാസ്കുലാർ ബണ്ടിൽസിൻ്റെ പ്രത്യേകത എന്താണ്? വാസ്കുലാർ ബണ്ടിൽസ് ന്യൂമറസ് ആണ്. അതിൽ ധാരാളം കാണപ്പെടാം. എന്നാൽ മോണോകോഡ് സ്റ്റെമ്മിൻ്റെ അത്രയും എണ്ണം കാണത്തില്ല. മോണോകോഡ് സ്റ്റെമ്മിലെ വാസ്കുലാർ ബണ്ടിൽസിൻ്റെ എണ്ണമാണ് കൂടുതൽ. അത്രയും ഉണ്ടാവില്ല, എങ്കിലും കൂടുതലുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത, ഈ വാസ്കുലാർ ബണ്ടിൽ ഒരു റിങ് പോലെ നോക്കുക. ഈ വാസ്കുലാർ ബണ്ടിലെല്ലാം വെച്ചുകൊണ്ട് നമുക്കൊരു റിങ് വരയ്ക്കാം. അപ്പോൾ ഒരു റിങ് വരയ്ക്കുകയാണെങ്കിൽ ആ റിങ്ങിനകത്തായിരിക്കും എല്ലാ ഓരോ വാസ്കുലാർ ബണ്ടിലും ആ റിങ്ങിനകത്ത് നമുക്ക് ക്രമീകരിക്കുന്ന രീതിയിൽ കാണപ്പെടും. അപ്പോൾ വാസ്കുലാർ ബണ്ടിൽസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഫോം ഓഫ് റിങ് ആണ്. ഇനി വാസ്കുലാർ ബണ്ടിൽസിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. അത് കൺജോയിൻ്റ് ആണ്. വാസ്കുലാർ ബണ്ടിൽസ് കൺജോയിൻ നമ്മളന്ന് പറഞ്ഞതാണ്. വാസ്കുലാർ ബണ്ടിൽസ് അതെങ്ങനെയാണ്? നമ്മൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. കൺജോയിൻ്റ് ആണ്, ഓപ്പൺ ആണ്, പിന്നെ അറേഞ്ച്ഡ് ഇൻ ദ ഫോം ഓഫ് റിങ് ആണ്. റിങ് അറേഞ്ച്മെൻ്റ് ആണ്. ഓക്കെ, ഇനി നിങ്ങൾ ആ സൈലത്തിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കാം. ഇത് മെറ്റാസൈലം, ഇത് പ്രോട്ടോസൈലം. അപ്പോൾ പ്രോട്ടോസൈലം ഇത് സെൻട്രൽ പാർട്ടാണ്. നമ്മൾ സെൻട്രൽ പാർട്ടാണ്, ഇതാണ് സെൻട്രൽ പാർട്ട്. അപ്പോൾ സെൻട്രൽ പാർട്ടിലേക്ക് പ്രോട്ടോസൈലം ഫേസ് ചെയ്യുന്നത് കൊണ്ട് ഈ സൈലത്തെ നമ്മൾ എൻഡാർക്ക് സൈലം എന്നാണ് വിളിക്കുക. അപ്പോൾ അത് ഡൈക്കോഡ് സ്റ്റെമ്മിലും മോണോകോഡ് സ്റ്റെമ്മിലും ഇവിടെയും പ്രോട്ടോസൈലം സെൻട്രലിലേക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് റൂട്ടിലാണ് എക്സാർക്ക് സൈലം, അവിടെ പ്രോട്ടോസൈലം പെരിഫറിയിലേക്കാണ് ഫേസ് ചെയ്യുക. ഇവിടെ പ്രോട്ടോസൈലം സെൻട്രലിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ എൻഡാർക്ക് സൈലം എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പം വാസ്കുലാർ ബണ്ടിൽ നമ്മൾ പറഞ്ഞു കൺജോയിൻ്റ് ആണ്, ഓപ്പൺ ആണ്, റിങ് പോലെ റിങ് മാനിൽ ക്രമീകരിക്കുന്നു. പിന്നെ സൈലം എൻഡാർക്കാണ്, എൻഡാർക്ക് സൈലം ഓർക്കുക എന്ന് വെച്ചാൽ പ്രോട്ടോസൈലം സെൻട്രലിലേക്ക്. അപ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ ഒന്നാമത്തെ ഭാഗം പറഞ്ഞു പെരിസൈക്കിൾ ഓർക്കുക. സ്റ്റീലിൻ്റെ ഒന്നാമത്തെ ഭാഗം നമ്മൾ പറഞ്ഞു പെരിസൈക്കിൾ, 2 വാസ്കുലാർ ബണ്ടിൽ ഓർക്കുക. ഇനി മൂന്നാമത്തെ ഭാഗം അതാണ് മെഡുല്ലറി റേസ്. അപ്പോൾ എന്താണ് ഈ മെഡുല്ലറി റേസ് ഓർക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് എപ്പിഡെർമിസ്, ഇത് കോർട്ടെക്സ്, ഇത് വാസ്കുലാർ ബണ്ടിൽ. ഇനി നോക്കാം, ഈ 2 വാസ്കുലാർ ബണ്ടിന് ഇടയിലുള്ളത് ഈ ഭാഗം, ഈ ഭാഗം 2 വാസ്കുലാർ ബണ്ടിന് ഇടയിലുള്ള ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് മെഡുല്ലറി റേ. അപ്പോൾ ഇതൊരു മെഡുല്ലറി റേ ആണ്. അപ്പോൾ 2 വാസ്കുലാർ ബണ്ടിനും ഇടയിലുള്ള ഈ ഭാഗമാണ് മെഡുല്ലറി റേ. അപ്പോൾ ഓർക്കുക എന്താണ് മെഡുല്ലറി റേ? പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ വാസ്കുലാർ ബണ്ടിൽസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇത് നോക്കി ഇതിനകത്തും കാണാം. ഇതിപ്പോൾ ഒരു വാസ്കുലാർ ബണ്ടിലാണെങ്കിൽ ഈ ഭാഗമാണ് മെഡുല്ലറി റേ. ഈ പോർഷനെയാണ് നമ്മൾ ഇതൊരു വാസ്കുലാർ ബണ്ടിൽ, അടുത്ത വാസ്കുലാർ ബണ്ടിൽ ഇവിടെയുണ്ട്, അതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഭാഗം ഇതിനെയാണ് മെഡുല്ലറി റേ എന്ന് വിളിക്കുക. അപ്പോൾ മെഡുല്ലറി റേയിൽ അടങ്ങിയിരിക്കുന്ന പാരങ്കൈമ എന്ന് വെച്ചാൽ റേഡിയലി എലോങ്ങേറ്റഡ് റേഡിയലി പ്ലേസ്ഡ് പാരങ്കൈമയാണ്. റേഡിയൽ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. ഇപ്പം നമ്മളൊരു സെല്ല് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് റേഡിയൽ വാൾ. അപ്പോൾ ഇങ്ങനെ സെൻട്രലിൽ നിന്നും പെരിഫറിയിലോട്ട് പ്ലേസ് ചെയ്യുന്നതിനെയാണ് റേഡിയലി പ്ലേസ്ഡ് എന്ന് പറയുക. പെരിഫറിയിൽ നിന്ന് സെൻട്രലിലേക്കോ അല്ലെങ്കിൽ സെൻട്രലിൽ നിന്നും പെരിഫറിയിലേക്കോ. അപ്പോൾ ഓർക്കുക മെഡുല്ലറി റേസ് എന്ന് പറയുമ്പോൾ അതെന്താണ്? റേഡിയലി പ്ലേസ്ഡ് പാരങ്കൈമ സെല്ലാണ്. റേഡിയലി പ്ലേസ്ഡ് പാരങ്കൈമ സെൽസ്. ഇനി അതെവിടെയാണ് കാണപ്പെടുക? ഇൻ ബിറ്റ്വീൻ വാസ്കുലാർ ബണ്ടിൽസിന് ഇടയിലായിട്ട് കാണപ്പെടും. ഇനി മെഡുല്ലറി റേയുടെ ഫംഗ്ഷൻ വെച്ചാൽ റേഡിയൽ സെൻട്രലിൽ നിന്ന് പെരിഫറിയിൽ നിന്ന് സെൻട്രലിലേക്കുള്ള കണ്ടക്ഷൻ അല്ലെങ്കിൽ പദാർത്ഥങ്ങളുടെ പ്രവാഹം, അതാണ് മെഡുല്ലറി റേയുടെ ഫംഗ്ഷൻ. അപ്പോൾ മെഡുല്ലറി റേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, 2 വാസ്കുലാർ ബണ്ടിലിനും ഇടയിലായി കാണപ്പെടുന്ന റീജിയനാണ് മെഡുല്ലറി റേ. അപ്പോൾ ഇതാണ് മെഡുല്ലറി റേ. അപ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ ഒന്നാമത്തെ ഭാഗം നമ്മൾ കണ്ടത് പെരിസൈക്കിൾ, പിന്നെ വാസ്കുലർ ബണ്ടിൽ, പിന്നെ ഇടയ്ക്കുള്ള ഭാഗം മെഡുല്ലറി റേ. ഇനി അടുത്ത ഭാഗം ഇതാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് പിത്ത. പിത്ത് എന്ന് പറഞ്ഞാൽ സെൻട്രൽ പാർട്ടാണ് ഓർക്കുക. സെൻട്രൽ പാർട്ട് ഓഫ് ദ സ്റ്റീൽ അല്ലെങ്കിൽ സ്റ്റെം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കേണ്ടത്? അപ്പോൾ ഓർക്കുക 3 ഭാഗം, 4ാമത്തെ ഭാഗമാണ് പിത്ത. പിത്തിന് മറ്റൊരു പേരൂടെ ഉണ്ട്, മെഡുല്ല എന്നും വിളിക്കാറുണ്ട്. പിത്ത് അല്ലെങ്കിൽ മെഡുല്ല. അപ്പം വേണമെങ്കിൽ പറയാം, ശരിക്കും
പിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ പാർട്ട് ഓഫ് ദ സ്റ്റീൽ എന്നോ അല്ലെങ്കിൽ സെൻട്രൽ പാർട്ട് ഓഫ് ദ സ്റ്റെം എന്നോ പറയാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അപ്പം പിത്ത് ഓർ മെഡുല, സെൻട്രൽ പാർട്ട് ഓഫ് ദ സ്റ്റെം ഓർ സ്റ്റീൽ. അപ്പോൾ ഇതിനകത്തുള്ള സെല്ലുകൾ എന്തൊക്കെയാണ് ഓർക്കാം. ഇതിനകത്തുള്ള സെല്ലുകൾ എന്ന് വെച്ചാൽ റൗണ്ടഡ് പാരങ്കൈമ സെൽസ് വിത്ത് റൗണ്ടഡ്, ഇതാണ് നോക്കാം, ഇതാണ് പിത്ത്. ഇതിനകത്ത് നോക്കാം, ഇതിനകത്ത് റൗണ്ടഡ് പാരങ്കൈമ സെൽസ് വിത്ത് ഇന്റർ സെല്ലുലാർ സ്പേസസ്. ഇതിനകത്ത് സ്പേസുകളുണ്ട്, ഓർക്കുക. റൗണ്ടഡ് പാരങ്കൈമ സെൽസ് വിത്ത് ഇന്റർ സെല്ലുലാർ സ്പേസസ്. അപ്പോൾ പിത്ത് സെൻട്രൽ പാർട്ട് ഓഫ് ദ സ്റ്റീലാണ് നിർമ്മിച്ചിരിക്കുന്നത് വിത്ത് റൗണ്ടഡ് പാരങ്കൈമ സെൽസ് വിത്ത് ഇന്റർ സെല്ലുലാർ സ്പേസസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൈക്കോഡ് സ്റ്റെം എല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഓർക്കുക. ഡൈക്കോഡ് സ്റ്റെമ്മിൻ്റെ ഭാഗങ്ങൾ 1 എപ്പിഡെർമിസ്, അതിനകത്ത് ട്രൈക്കോംസ് ഉണ്ട്, മോണോക്കോട്ടിൽ അതില്ല. ഇനി 2 നമ്മൾ ഗ്രൗണ്ട് ടിഷ്യൂ ആണ് പറഞ്ഞത്. ഗ്രൗണ്ട് ടിഷ്യൂ കോർട്ടെക്സ് ആൻഡ് സ്റ്റീൽ പറഞ്ഞു. കോർട്ടെക്സ് ഔട്ടർ കോർട്ടെക്സ്, മിഡിൽ കോർട്ടെക്സ്, ഇന്നർ കോർട്ടെക്സ്. ഔട്ടർ കോർട്ടെക്സ് കോളങ്കൈമ, മിഡിൽ കോർട്ടെക്സ് പാരങ്കൈമ, ഇന്നർ കോർട്ടെക്സ് എൻഡോഡെർമിസ് അല്ലെങ്കിൽ സ്റ്റാർച്ച് ഷീത്ത്. ഇനി അതിൽ സെക്കൻഡ് പാർട്ട് സ്റ്റീലാണ്, അത് സെൻട്രൽ പാർട്ട് ഓഫ് ദ സ്റ്റെമ്മാണ്. 1 പെരിസൈക്കിൾ, അത് സെമി ലൂണാർ പാച്ചസ് ഓഫ് സ്ക്ലീറങ്കൈമയാണ്, അത് ഫ്ലോയത്തിന് മുകളിലായി കാണുന്നു. വാസ്കുലാർ ബണ്ടിൽ കൺജോയിൻ്റ് ആൻഡ് ഓപ്പൺ ആണ്, റിങ് പോലെ ക്രമീകരിക്കുന്നു, സൈലം എൻഡാർക്കാണ്. ഇനി 3 മെഡുലറി റേസ്, റേഡിയലി പ്ലേസ്ഡ് പാരങ്കൈമ സെൽസ് ആണ്, ഇൻ ബിറ്റ്വീൻ വാസ്കുലാർ ബണ്ടിൽസ് ആണ്. ഇനി പിത്ത് അല്ലെങ്കിൽ മെഡുല സെൻട്രൽ പാർട്ട് ഓഫ് ദ സ്റ്റീലാണ് അല്ലെ സ്റ്റെമ്മാണ്, റൗണ്ടഡ് പാരങ്കൈമ സെൽസ് വിത്ത് ഇന്റർ സെല്ലുലാർ സ്പേസസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതിൽ മോണോക്കോഡ് സ്റ്റെം എടുക്കുകയാണെങ്കിൽ ഓർക്കുക, മോണോക്കോഡ് സ്റ്റെമ്മിൽ നമ്മൾ പറഞ്ഞത് നോക്കണം. മോണോക്കോഡ് സ്റ്റെമ്മിൽ നമ്മൾ എപ്പിഡെർമിസേ പറഞ്ഞ് നിർത്തിയുള്ളൂ. കാരണം എപ്പിഡെർമിസും ഡൈക്കോഡ് സ്റ്റെമ്മ വ്യത്യാസം നമ്മൾ പറഞ്ഞത് ഇതാണ്. ഇവിടെ ഇതിനകത്ത് ക്യൂട്ടിക്കിളും ഉണ്ട്, സ്റ്റൊമാറ്റയും കാണപ്പെടാം, പക്ഷേ എന്തുണ്ടാവില്ല, ട്രിക്കോംസ് ആബ്സെൻ്റ് ആണ്. ഇനി അടുത്ത ഭാഗം ഇവിടെ ഏതാണ്? ഗ്രൗണ്ട് ടിഷ്യൂ ആണ്. മോണോക്കോട്ടിൽ രണ്ടാമത്തെ ഭാഗം ഏതാണ്? ഗ്രൗണ്ട് ടിഷ്യൂ ആണ്. ഗ്രൗണ്ട് ടിഷ്യൂ ഓർക്കുക, നോട്ട് ഡിഫറൻഷിയേറ്റഡ് ഇൻറ്റു കോർട്ടെക്സ് ആൻഡ് സ്റ്റീൽ. അപ്പോൾ മോണോക്കോട്ടിൽ ഗ്രൗണ്ട് ടിഷ്യൂ കോർട്ടെക്സ് ആൻഡ് സ്റ്റീലായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ അവിടെ എന്താണ്? ഗ്രൗണ്ട് ടിഷ്യൂ ഔട്ടർ പാർട്ട്, ഔട്ടർ ഗ്രൗണ്ട് ടിഷ്യൂ ഓർക്കുക. അതുകൊണ്ട് ഇതാണ് ഔട്ടർ ഗ്രൗണ്ട് ടിഷ്യൂ. നോക്കണം, ഔട്ടർ ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് ഹൈപ്പോഡെർമിസ്. നമ്മളിവിടെ പറഞ്ഞു എപ്പിഡെർമിസിന് തൊട്ട് താഴെയുള്ള ഭാഗം ഹൈപ്പോഡെർമിസ് ആണ്. ഇത് പക്ഷേ കോർട്ടെക്സിൻ്റെ ഔട്ടർ കോർട്ടെക്സ് ആണ്. എന്നാൽ അതേപോലെ ഇവിടെ എപ്പിഡെർമിസിന് തൊട്ടുള്ളിലുള്ള ഈ ഭാഗം ഗ്രൗണ്ട് ടിഷ്യൂവിൻ്റെ ഔട്ടർ പാർട്ടാണ്. ഇത് ഹൈപ്പോഡെർമിസ് ആണ്. നമുക്കിതിനെ സ്ക്ലീറൻ കൈമാറ്റം, എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെടുക? സ്ക്ലീറൻ കൈമ കൊണ്ടാണ്. അപ്പോൾ സ്ക്ലീറൻ കൈമാറ്റസ് ഓർക്കണം, സ്ക്ലീറൻ കൈമാറ്റസ് ഹൈപ്പോഡെർമിസ്. അപ്പോൾ ഇത് ഔട്ടർ ഗ്രൗണ്ട് ടിഷ്യൂ ആണ്. ഔട്ടർ ഗ്രൗണ്ട് ടിഷ്യൂ സ്ക്ലീറൻ കൈമാറ്റസ് ആണ്, അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹൈപ്പോഡെർമിസ്. അപ്പോൾ ഓർക്കണം, ഡൈക്കോഡ് സ്റ്റെമ്മിൽ ഹൈപ്പോഡെർമിസ് കോളങ്കൈമയാണെങ്കിൽ മോണോക്കോഡ് സ്റ്റെമ്മിൽ ഹൈപ്പോഡെർമിസ് സ്ക്ലീറൻ കൈമയാണ്. അപ്പോൾ നമുക്ക് ഡിഫറൻസ് എഴുതുമ്പോൾ നമുക്കങ്ങനെ എഴുതാം. ഓർക്കണം, ഡൈക്കോഡ് സ്റ്റെമ്മും മോണോക്കോഡ് സ്റ്റെമ്മും നമ്മൾ വ്യത്യാസം പറഞ്ഞു. ട്രിക്കോംസ് പ്രസൻറ്റ്, ഇവിടെ ആബ്സെൻറ്റ്. ഗ്രൗണ്ട് ടിഷ്യൂ ഈസ് ഡിവൈഡഡ് ഇൻറ്റു കോർട്ടെക്സ് ആൻഡ് സ്റ്റീൽ, ഇവിടെ ഗ്രൗണ്ട് ടിഷ്യൂ നോട്ട് ഡിവൈഡഡ് ഇൻറ്റു കോർട്ടെക്സ് ആൻഡ് സ്റ്റീൽ. ഇനി അടുത്ത നമുക്ക് ഹൈപ്പോഡെർമിസ് പറയാം. ഇവിടെ ഹൈപ്പോഡെർമിസ് കോളങ്കൈമയാണ്, എന്നാൽ ഇവിടെ ഹൈപ്പോഡെർമിസ് സ്ക്ലീറൻ കൈമയാണ്. ഓക്കെ, അടുത്ത ഡിഫറൻസ്. അപ്പോൾ ഗ്രൗണ്ട് ടിഷ്യൂവിൻ്റെ മോണോക്കോഡ് സ്റ്റെമ്മിൽ ഔട്ടർ പാർട്ട് ഓഫ് ദ ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ സ്ക്ലീറൻ കൈമയാണ്. ഓക്കെ, ഇനി ഇന്നർ പാർട്ട് എന്താണ്? അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ടിഷ്യൂ ആണ് പറയുന്നത്, അതൊന്ന് ഔട്ടർ, മിഡിൽ ഭാഗമില്ല, പിന്നെ അടുത്ത ഇന്നറാണ്. ഇന്നർ ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ പാരൻ കൈമാറ്റസ് ആണ്. എന്ന് വെച്ചാൽ പാരൻ കൈമ വിത്ത് ഇന്റർ സെല്ലുലാർ സ്പേസസ്. ഓർക്കുക, ഇതാണ് ഇന്നർ ഗ്രൗണ്ട് ടിഷ്യൂ, ഇത് പാരൻ കൈമയാണ്. പാരൻ കൈമ വിത്ത് ഇന്റർ സെല്ലുലാർ സ്പേസ് ഉണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്തും ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. നമ്മൾ ഇവിടെ കണ്ടാണക്ക് ഡൈക്കോഡ് സ്റ്റെമ്മിൽ കണ്ടാണക്ക് ഇതിനകത്തും ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഇത് ക്ലോറൻ കൈമയാണ്. അതുകൊണ്ടാണ് ഈ മോണോക്കോഡ് സ്റ്റെമ്മും പച്ച നിറത്തിൽ കാണുക. ഓർക്കുക, അപ്പോൾ നമ്മൾ മോണോക്കോഡ് സ്റ്റെമ്മിൽ ഗ്രൗണ്ട് ടിഷ്യൂ പറഞ്ഞു. ഗ്രൗണ്ട് ടിഷ്യൂ ഔട്ടർ ഗ്രൗണ്ട് ടിഷ്യൂ സ്ക്ലീറൻ കൈമാറ്റസ് അല്ലെങ്കിൽ ഹൈപ്പോഡെർമിസ്. ഇന്നർ ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് വെച്ചാൽ പാരൻ കൈമ വിത്ത്
ഇൻ്റർസെല്ലുലാർ സ്പേസസ്. അപ്പോൾ നമ്മളത് കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഇനി മോണോകോഡ് സ്റ്റെമ്മിൽ മൂന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതാണ്, വാസ്കുലാർ ബണ്ടിലാണ്. അപ്പോൾ ഇവിടെ സ്റ്റീലില്ല. അപ്പോൾ മോണോകോഡ് സ്റ്റെമ്മിൽ ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് പറഞ്ഞാൽ ഓർക്കണം. വേണ്ട, ഒന്ന് നമ്മൾ എപ്പിഡെർമിസ്, ഒന്ന് എപ്പിഡെർമിസ് ആണ്, നമ്മളത് ട്രിക്കോം ആബ്സെൻ്റ് നമ്മൾ പറഞ്ഞു. 2 ഗ്രൗണ്ട് ടിഷ്യൂ. അപ്പോൾ ഒന്നെന്താണ് എപ്പിഡെർമിസ്, അതിലാണ് ട്രിക്കോംസ് ആബ്സെൻ്റ് നമ്മൾ പറഞ്ഞത്. ഇനി 2 ഗ്രൗണ്ട് ടിഷ്യൂ, അതിപ്പോൾ നമ്മൾ പറഞ്ഞു ഔട്ടർ ഗ്രൗണ്ട് ടിഷ്യൂ സ്ക്ലീറൻകൈമാറ്റസ് അല്ലെങ്കിൽ ഹൈപ്പോഡെർമിസ്, ഇന്നർ പാരൻകൈമാറ്റസ്. ഓക്കെ, ഇനി 2 ഇപ്പോൾ എപ്പിഡെർമിസ് കഴിഞ്ഞു, 2 ഗ്രൗണ്ട് ടിഷ്യൂ. ഇനി മൂന്നാമത്തെ നമുക്ക് പറയാം വാസ്കുലാർ ബണ്ടിൽസ് ആണ്. അപ്പോൾ ഇവിടുത്തെ വാസ്കുലർ ബണ്ടിൽസ് എങ്ങനെയാണ് ശ്രദ്ധിക്കുക. അതാ നോക്കേ, ഇപ്പോൾ ഡൈക്കോഡ് സ്റ്റെമ്മിലെ വാസ്കുലർ ബണ്ടിൽസ് ഇതുമായി നോക്കിയാൽ എണ്ണത്തിൽ കുറവാണ്, അതൊരു റിങ് പോലെ ക്രമീകരിക്കും. എന്നാൽ ഇവിടുത്തെ വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വാസ്കുലാർ ബണ്ടിൽസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഇത് ഗ്രൗണ്ട് ടിഷ്യൂ ആണ്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു എപ്പിഡെർമിസ്, ഇത് ഗ്രൗണ്ട് ടിഷ്യൂവിൽ ഇത് സ്ക്ലീറൻകൈമാറ്റയാണ്, സ്ക്ലീറൻകൈമ, അല്ലെങ്കിൽ അതിനെ ഹൈപ്പോഡെർമിസ് എന്ന് പറയാം, ഇത് ഹൈപ്പോഡെർമിസ്. ഇനി അതിൻ്റെ ഉള്ളിലുള്ള ഈ പാർട്ടാണ് പാരൻകൈമാറ്റസ്. പാരൻകൈമാറ്റസ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്നർ ഗ്രൗണ്ട് ടിഷ്യൂ പാരൻകൈമ, ഔട്ടർ ഗ്രൗണ്ട് ടിഷ്യൂ സ്ക്ലീറൻകൈമ അല്ലെങ്കിൽ ഹൈപ്പോഡെർമിസ്. ഇനി ഇതിനകത്ത് ഇങ്ങനെ ചിതറിക്കിടക്കുന്നതാണ് വാസ്കുലാർ ബണ്ടിൽ. അപ്പം നമ്മൾ ഡൈക്കോഡ് സ്റ്റെമ്മിലെ വാസ്കുലാർ ബണ്ടിലുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വാസ്കുലാർ ബണ്ടിൽ ഒരു റിങ് പോലെ ക്രമീകരിക്കുന്നു. ഇതുമായി കമ്പയർ ചെയ്താൽ അത് ലിമിറ്റഡ് ഇൻ നമ്പറാണ്. ഇവിടെ മോർ ഇൻ നമ്പർ, ധാരാളമുണ്ട്. പക്ഷേ ഇവിടെ റിങ് പോലെയല്ല, ഇവിടെ ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ്. അപ്പം ആ അറേഞ്ച്മെൻറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്കാറ്റേഡ്, ചിതറിക്കിടക്കുന്നു, സ്കാറ്റേഡ് ഇൻ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇവിടെ വാസ്കുലാർ ബണ്ടിൽസ് സ്കാറ്റേഡ് ഇൻ അറേഞ്ച്മെൻ്റ് ആണ്. ഇനി ഓരോ വാസ്കുലാർ ബണ്ടിൽ നമ്മൾ നോക്കിയത് സെൻട്രലുള്ള വാസ്കുലാർ ബണ്ടിൽ ലാർജാണ് അല്ലെ വലുതാണ്, പെരിഫറൽ സൈഡിലുള്ള വാസ്കുലാർ ബണ്ടിൽ ചെറുതാണ്. അപ്പോൾ പെരിഫറൽ വാസ്കുലാർ ബണ്ടിൽ സ്മാളർ ദാൻ സെൻട്രൽ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയാം. സെൻട്രലിലെ വാസ്കുലാർ ബണ്ടിലാണ് വലുത് എന്ന് വെച്ചാൽ പെരിഫറൽ സൈഡിലെ വാസ്കുലാർ ബണ്ടിൽ ചെറുതായിരിക്കും, വലുതുള്ളത് സെൻട്രലിലാണ്. ഇനി ഒരു വാസ്കുലാർ ബണ്ടിൽ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞത് ഞാൻ പറഞ്ഞു. ഇതാണ് വാസ്കുലാർ ബണ്ടിൽ, ഇത് സൈലം, അപ്പോൾ ഇത് മെറ്റാസൈലം, ഇത് പ്രോട്ടോസൈലം. പ്രോട്ടോസൈലം സെൻട്രലിലേക്കാണ്. അപ്പോൾ സൈലം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡാർക്ക് സൈലമാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി ഇത് ഫ്ലോയം. ഇപ്പോൾ സൈലത്തിനും ഫ്ലോയത്തിനും ഇടയ്ക്ക് എന്തില്ല? കാമ്പ്യമില്ല. ഓർക്കുക, സൈലത്തിനും ഫ്ലോയത്തിനും ഇടയ്ക്ക് കാമ്പ്യം ഇല്ല. പിന്നെ ഇവിടെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഫ്ലോയത്തിൽ ഓർക്കണം, ഫ്ലോയം ഒരു കോംപ്ലക്സ് ടിഷ്യൂ ആണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഫ്ലോയം പാരൻകൈമയുണ്ട്. പക്ഷേ ഡൈക്കോഡ് സ്റ്റെമ്മിലെ ഫ്ലോയത്തിന് ഫ്ലോയം പാരൻകൈമയുണ്ട്. പക്ഷേ മോണോകോഡ് സ്റ്റെമ്മിൽ ഫ്ലോയം പാരൻകൈമ, ഓർക്കുക, ഫ്ലോയം പാരൻകൈമ ആബ്സെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഫ്ലോയം ഉണ്ട്, പക്ഷേ ബാക്കിയെല്ലാം ഉണ്ട്, പക്ഷേ ഫ്ലോയം പാരൻകൈമ ആബ്സെൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ വാസ്കുലാർ ബണ്ടിൽ എങ്ങനെയാണെന്ന് നോക്കാം. വാസ്കുലാർ ബണ്ടിൽ നോക്കുക, കൺജോയിൻ, പിന്നെന്താണ്? ക്ലോസ്ഡ്. കൺജോയിൻ്റ് ആണ്, ക്ലോസ്ഡ് ആണ്, കാരണം അതിനിടയ്ക്ക് എന്തില്ല? കാമ്പ്യമില്ല. ഇനി മെറ്റാസൈലം, ഇത് പ്രോട്ടോസൈലം. ഇനി നോക്കൂ, ഈ വാസ്കുലാർ ബണ്ടിലിനെ സറൗണ്ട് ചെയ്ത് ഒരു ബണ്ടിൽ ഷീത്ത് ഉണ്ട്. ഇത് സ്ക്ലീറൻകൈമാറ്റസ് ബണ്ടിൽ ഷീത്ത്. ഷീത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആവരണം എന്നാണ്. അപ്പോൾ ഇതിനെ പൊതിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിനെ എന്താണ് പറയുക? ബണ്ടിൽ ഷീത്ത്. അത് സ്ക്ലീറൻകൈമാറ്റസ് ആണ്, സ്ക്ലീറൻകൈമാറ്റസ് ആണ്, ഓർക്കുക. എന്നാൽ ഇവിടെ അങ്ങനെയില്ല. നമ്മൾ ഡൈക്കോഡ് സ്റ്റെമ്മിലാണെങ്കിൽ സ്ക്ലീറൻകൈമാറ്റസ് എന്താ ഉള്ളൂ? പെരിസൈക്കിളാണ്, അല്ലെ ബണ്ടിൽ ക്യാപ്പ് എന്ന് പറയാം. വേണമെങ്കിൽ ഇതിനെ ബണ്ടിൽ ക്യാപ്പ് എന്ന് പറയാം. പക്ഷേ ഇവിടെ ബണ്ടിൽ ഷീത്തില്ല. എന്നാൽ മോണോകോട്ട് സ്റ്റെമ്മിലാണ് വാസ്കുലർ ബണ്ടിലിനെ സറൗണ്ട് ചെയ്ത് സ്ക്ലീറൻകൈമാറ്റസ് ബണ്ടിൽ ഷീത്ത് ഉണ്ട്. ഇനി ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, ഓർക്കുക. ഇത് 2 മെറ്റാസൈലം എന്ന് ഞാൻ പറഞ്ഞു, ഇതൊരു പ്രോട്ടോസൈലം. ഇനി ഈ പ്രോട്ടോസൈലത്തിന് താഴെ ഇവിടെ ഒരു പ്രോട്ടോസൈലം നേരത്തെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഈ പ്രോട്ടോസൈലം അങ്ങ് ഇല്ലാതായി അവിടെ ഒരു ക്യാവിറ്റി അല്ലെങ്കിൽ അറയുണ്ടാകും. ആ അറയിൽ വാട്ടർ ഫിൽഡ് ക്യാവിറ്റിയാണ്, വാട്ടർ കാണപ്പെടും. ഈ വാട്ടർ ഫിൽഡ് ക്യാവിറ്റിയെ നമുക്ക് പ്രോട്ടോസൈലം ക്യാവിറ്റി അല്ലെങ്കിൽ ലാക്വിന എന്ന് വെച്ചാൽ ക്യാവിറ്റി എന്നാണ്. അപ്പോൾ പ്രോട്ടോസൈലം ക്യാവിറ്റി അല്ലെങ്കിൽ ലാക്വിന ഈ മോണോകോഡ് സ്റ്റെമ്മിൽ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്രോട്ടോസൈലം അങ്ങ് ഇല്ലാതായി അവിടെ വാട്ടർ ഫിൽഡ് ക്യാവിറ്റിയായി മാറുകയാണ്. എന്നാൽ ഈ പ്രോട്ടോസൈലം ക്യാവിറ്റി എവിടെ ഉണ്ടാവില്ല? ഡൈക്കോഡ് സ്റ്റെമ്മിൽ ഉണ്ടാവില്ല.
അപ്പോൾ നമ്മൾ മോണോകോട്ട് സ്റ്റെം പറഞ്ഞു കഴിഞ്ഞു. 1 എപ്പിഡെർമിസ്, 2 ഗ്രൗണ്ട് ടിഷ്യൂ, 3 വാസ്കുലാർ ബണ്ടിൽസ്. ഓർക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗ്രൗണ്ട് പ്ലാനും പറഞ്ഞു, അതേപോലെ ഇത് എ പാർട്ട് ഈസ് എൻലാർജ്ഡ് എന്നും പറഞ്ഞു. ഇനി നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓർക്കുക, ഡൈക്കോഡ് സ്റ്റെമ്മും മോണോകോഡ് സ്റ്റെമ്മും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. നമ്മൾ റൂട്ട് പഠിച്ചപ്പം റൂട്ടിന് അത്രയും വലിയ വ്യത്യാസങ്ങളില്ലായിരുന്നു. പക്ഷേ ഓർക്കുക, ഡൈക്കോഡ് സ്റ്റെമ്മും മോണോകോഡ് സ്റ്റെമ്മും തമ്മിൽ ഡിഫറൻസസ് ഉണ്ട്. അത് ഞാൻ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാം. പെട്ടെന്ന് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നതാണ്. ഡൈക്കോട്ട് സ്റ്റെമ്മ്, മോണോകോട്ട് സ്റ്റെമ്മ്, വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർക്കാം. അപ്പോൾ ഒന്ന് നമുക്ക് എപ്പിഡെർമിസിലേക്ക് വരാം. ഡൈക്കോഡ് സ്റ്റെമ്മിലെ എപ്പിഡെർമിസിൻ്റെ പ്രത്യേകത എന്താണ്? എപ്പിഡെർമിസ് അതിനകത്ത് എന്തില്ല? ട്രിക്കോംസ് ഉണ്ട്. ഇപ്പോൾ ട്രിക്കോംസ് പ്രസൻറ്റ്, എന്നാൽ ഇവിടെ ട്രിക്കോംസ് ആബ്സെൻറ്റ്. ഇപ്പോൾ ഒരു വ്യത്യാസം അതായി. ഇനി രണ്ടാമത്തെ വ്യത്യാസം ഗ്രൗണ്ട് ടിഷ്യൂ ആണ്. ഓർക്കുക, ഡൈക്കോഡ് സ്റ്റെമ്മിൽ ഗ്രൗണ്ട് ടിഷ്യൂ ഈസ് ഡിവൈഡഡ് ഇൻറ്റു, ഓർക്കുക, കോർട്ടെക്സ് ആൻഡ് സ്റ്റീല. എന്നാൽ ഇവിടെ ആ ഡിഫറൻസിയേഷൻ ഇല്ല. ഗ്രൗണ്ട് ടിഷ്യൂ not divided into cortex and stela. രണ്ടാമത്തെ ഡിഫറൻസ്. ഇനി മൂന്നാമത്തേത് ഇവിടെ ഓർക്കുക, കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഔട്ടർ കോർട്ടെക്സ് അല്ലെങ്കിൽ ഹൈപ്പോഡെർമിസ് കോളൻകൈമയാണ്. അപ്പോൾ ഇവിടെ ഹൈപ്പോഡെർമിസ് കോളൻകൈമയാണ്, കോളൻകൈമാറ്റസ്. എന്നാൽ ഇവിടെ ഗ്രൗണ്ട് ടിഷ്യൂ, ഔട്ടർ ഗ്രൗണ്ട് ടിഷ്യൂ അല്ലെങ്കിൽ ഹൈപ്പോഡെർമിസ്, ഓർക്കുക, അത് സ്ക്ലീറൻ കൈമയാണ്, സ്ക്ലീറൻ കൈമാറ്റസ്. ഓക്കെ, ഇനി അടുത്ത വ്യത്യാസം നമുക്ക്, പിന്നെ ഇവിടെ ഇതിനകത്ത് മോണോകോഡ് സ്റ്റെമ്മിൽ കോർട്ടെക്സ് ഇല്ല, സ്റ്റീലില്ല, പിന്നെ എൻഡോഡെർമിസ് ഇല്ല, മെഡുലറി റേസ് ഇല്ല, പിത്തില്ല, അതൊക്കെ നമുക്ക് അവസാനം പറയാം. ഇനി നമുക്ക് വാസ്കുലാർ ബണ്ടിൽസ് മാത്രം വ്യത്യാസങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓർക്കുക, പരീക്ഷിക്കുക. വാസ്കുലാർ ബണ്ടിൽ വ്യത്യാസം എന്താണ്? വാസ്കുലാർ ബണ്ടിൽസ് അപ്പോൾ ലിമിറ്റഡ് ഇൻ നമ്പർ, ഇതുമായി കമ്പയർ ചെയ്യാം. അപ്പോൾ ഇത് മോണോകോഡ് സ്റ്റെമ്മിലാണെങ്കിൽ ലാർജ് ഇൻ നമ്പറാണ്, ഇവിടെ ലിമിറ്റഡ് ഇൻ നമ്പറാണ് വാസ്കുലർ ബണ്ടിൽ. ഇനി അടുത്ത എന്താണ്? ഇവിടെ അറേഞ്ച്ഡ് ഇൻ ദ ഫോം ഓഫ് റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. ഒരു വല പോലെ അല്ലെങ്കിൽ ഒരു റിങ് പോലെ, റിംഗ് അറേഞ്ച്മെൻറ്റ്. എന്നാൽ ഇവിടെ എങ്ങനെയാണ്? സ്കാറ്റേർഡ് ഇൻ അറേഞ്ച്മെൻ്റ് ആണ്. ഓർക്കുക. ഇനി വാസ്കുലാർ ബണ്ടിലിൻ്റെ അടുത്ത പ്രത്യേകത എന്താണ്? ഇത് കൺജോയിൻ്റ് ആണ്, നമ്മൾ പഠിച്ചതാണ്. ഓപ്പൺ ആണ്, കാമ്പ്യമുണ്ട്. പക്ഷേ ഇവിടെ കൺജോയിൻ്റ് ആണ്, ക്ലോസ്ഡ് ആണ്. ഓർക്കുക. ഇനി 4 നമുക്ക് പറയുകയാണെങ്കിൽ ഇവിടെ സൈലത്തിനകത്ത് ഇവിടെ ഫ്ലോയം പാരൻകൈമ പ്രസൻ്റ് ആണ്, എന്നാൽ ഇവിടെ ആബ്സെൻ്റ് ആണ്. ഫ്ലോയം പാരൻകൈമ ആബ്സെൻ്റ് ആണ്. എന്നാൽ ഇവിടെ പ്രോട്ടോസൈലം ക്യാവിറ്റി, ഓർക്കണം, പ്രോട്ടോസൈലം ക്യാവിറ്റി അല്ലെങ്കിൽ ലാക്കുന ഇവിടെ ആബ്സെൻ്റ് ആണ്. ഓർക്കുക. എന്നാൽ ഇവിടെ ഇത് പ്രസൻ്റ് ആണ്. പ്രോട്ടോസൈലം ക്യാവിറ്റി ഇവിടെ ആബ്സെൻ്റ് ആണ്, പക്ഷേ ഇവിടെ പ്രസൻ്റ് ആണ്. ഓക്കെ, ഇനി ഇവിടെ സ്ക്ലീറൻ കൈമാറ്റസ് ബണ്ടിൽ ഷീത്തിലല്ലോ, ക്യാപ്പാണ്. വേണേൽ അങ്ങനെ പറയാം, സ്ക്ലീറൻ കൈമാറ്റസ്. അതിനെ പെരിസൈക്കിൾ എന്നാ പറയുക. ബണ്ടിൽ വേണേൽ ബണ്ടിൽ ക്യാപ്പ് എന്ന് പറയാം. ബണ്ടിൽ ക്യാപ്പ് പ്രസൻറ്റ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, സ്ക്ലീറൻ കൈമാറ്റസ്. ഓർക്കണം, സ്ക്ലീറൻ കൈമാറ്റസ് ബണ്ടിൽ ഷീത്ത് ഇവിടെ പ്രസൻ്റ് ആണ്. ഓർക്കുക. അപ്പോൾ സ്ക്ലീറൻ കൈമാറ്റസ് ബണ്ടിൽ ക്യാപ്പ്, ഇവിടെ ക്യാപ്പാണ്, ഇവിടെ ബണ്ടിൽ ഷീത്ത് അല്ല, ഇവിടെ ക്യാപ്പാണ് പ്രസൻറ്റ്. പക്ഷേ ഇവിടെ സ്ക്ലീറൻ കൈമാറ്റസ് ബണ്ടിൽ ഷീത്താണ് പ്രസൻറ്റ്. അപ്പോൾ വേണമെങ്കിൽ പിന്നെ നമുക്ക് പറയാം ഡൈക്കോഡ് സ്റ്റെമ്മിൽ എന്തൊക്കെയുണ്ട്? കോർട്ടെക്സ് ഉണ്ട്, സ്റ്റീലുണ്ട്, മെഡുലറി റേസ് ഉണ്ട്, വേണമെങ്കിൽ പിത്തുണ്ട്, ഇതൊക്കെ ഉണ്ടെന്ന് പറയാം. ഇതൊന്നും മോണോകോഡ് സ്റ്റെമ്മിലില്ല. അപ്പോൾ ഓർക്കണം, മെയിൻ ഡിഫറൻസസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. എപ്പിഡെർമിസ്, ട്രിക്കോംസ് പ്രസൻറ്റ്, ട്രിക്കോംസ് ആബ്സെൻറ്റ്. ഓർക്കുക. ഗ്രൗണ്ട് ടിഷ്യൂ ഇവിടെ ഇവിടെ ഗ്രൗണ്ട് ടിഷ്യൂ ഡൈക്കോഡ് സ്റ്റെമ്മിൽ ഈസ് ഡിവൈഡഡ് ഇൻറ്റു കോർട്ടെക്സ് ആൻഡ് സ്റ്റീല്. എന്നാൽ ഇവിടെ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടില്ല, കോർട്ടെക്സും സ്റ്റീലും ഡിവൈഡ് ചെയ്തിട്ടില്ല. ഇവിടെ ഹൈപ്പോഡെർമിസ് കോളൻകൈമയാണ്, ഇവിടെ സ്ക്ലീറൻ കൈമയാണ്. വാസ്കുലാർ ബണ്ടിൽ ലിമിറ്റഡ് ഇൻ നമ്പറാണ്, ലാർജ് ഇൻ നമ്പറാണ്. ഇത് റിങ് പോലെ അറേഞ്ച് ചെയ്യുന്നു, ഇവിടെ ചിതറി കിടക്കുന്നു, സ്കാറ്റേർഡ്. ഇത് കൺജോയിൻ്റ് ആൻഡ് ഓപ്പൺ ആണ്, ഇത് കൺജോയിൻ്റ് ക്ലോസ്ഡ് ആണ്.
ഫ്ലോ ഇൻ പാരൻകൈമ പ്രസൻ്റ് ആണ്, ആബ്സെൻ്റ് ആണ്. പ്രോട്ടോസൈലം കാവിറ്റി ആബ്സെൻ്റ് ആണ്, ഇവിടെ പ്രസൻ്റ് ആണ്. സ്ക്ലീറൻകൈമാസ് ബണ്ടിൽ ക്യാപ്പ് പ്രസൻ്റ് ആണ്, എന്നാൽ സ്ക്ലീറൻകൈമാറ്റസ് ബണ്ടിൽ ഷീത്ത് പ്രസൻ്റ് ആണ്. ഓർക്കുക. അപ്പോൾ നമ്മൾ അനാട്ടമിയിൽ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള പാഠഭാഗങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞു. ഓർക്കണം. അപ്പം നമ്മൾ അനാട്ടമിയിൽ ഡൗട്ട്സിന് അടുത്തത് നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഇത് അനാട്ടമിയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഫോക്കസ് ഏരിയ മാത്രം നിങ്ങൾക്ക് ഇപ്പം പഠിച്ചാൽ മതി, അതിനകത്തുള്ള ചോദ്യങ്ങളെ ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പം അതാ ചെയ്യുന്നത്. പിന്നെ എൻട്രൻസ് വരുമ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗങ്ങളുടെ വീഡിയോസ് എല്ലാം ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് മറ്റുള്ള കുട്ടികൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.